നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിലൂടെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും മിഥുനമാസത്തെ സമ്പൂർണ്ണ ഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ പണം ചെലവാകും. വാഹനാപകടമുണ്ടാകാതിരിക്കാൻ പ്രത്യേക കരുതൽ വേണം. മാതാവിനും മാതൃ സഹോദരങ്ങൾക്കും ഈ വർഷം ദോഷകാലമാണ്. വിൽപ്പനോദ്ദേശത്തോടെ ഭൂമി വാങ്ങുവാനിടവരും. ശ്രമകരമായ പ്രവർത്തനങ്ങൾ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് മനഃശാഞ്ചല്യത്താൽ യുക്തമായ തീരുമാനം കൈക്കൊള്ളാൻ സുഹൃത്ത് സഹായം തേടും. നല്ല ചിന്തകളാൽ സജ്ജന സംസർഗം ഉണ്ടാകും. കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും വിശ്രമത്താലും സന്താനഭാഗ്യമുണ്ടാകും. സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് വിശാല മനസ്ഥിതിയോടുകൂടിയ സമീപനം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വരുമാനമുണ്ടാകുമെങ്കിലും ചെലവിനങ്ങൾക്കു നിയന്ത്രണം വേണ്ടിവരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാനും കുടുംബ ബന്ധങ്ങൾക്ക് അതൃപ്തി ഉണ്ടാവാനും ഇടയുണ്ട്. അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കാൻ നിയമസഹായം തേടും. മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താൻ സ്വയം ശ്രദ്ധ വേണം. ജോലി രംഗത്ത് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കടം കൊടുത്ത തുക മധ്യസ്ഥർ മുഖാന്തരം ഗഡുക്കളായി ലഭിക്കാൻ ധാരണയുണ്ടാകും. മകളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതത്വമുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരാകും. പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം തേടും. കീഴ് ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിച്ചതിനാൽ പ്രോത്സാഹന സമ്മാനം ലഭിക്കും. അടുത്തതായി മകയിരം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് അനുചിത പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞുമാറുവാൻ ഉൾപ്രേരണയും ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർബന്ധവും ഉണ്ടാകും. പുത്രപൗത്രാദികളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരും. സസൂക്ഷ്മം പ്രവർത്തിക്കാൻ സന്നദ്ധനാകും. വ്യവസ്ഥകൾ പാലിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പണം മുൻകൂട്ടി ചിലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ മാസം ഒഴിഞ്ഞുമാറുകയാവും നല്ലത്. പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. കുടുംബാംഗങ്ങളിൽ ചിലരുടെ മനോഭാവം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിലും അവനവന്റെ തെറ്റുകൊണ്ടല്ല എന്ന് സമാധാനപ്പെടുകയാണ് വേണ്ടത്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഏതു കാര്യങ്ങൾക്കും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രവർത്തിക്കേണ്ടി വരും. സമാന സംസ്കാരമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടാൻ അവസരമുണ്ടാകും. പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിലും സമചിത്തതയോടുകൂടിയ സമീപനങ്ങളും തീരുമാനങ്ങളും ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും. അപ്രധാനങ്ങളായ കാര്യങ്ങൾ ആലോചിച്ച് ആദ്യ കൂട്ടുന്ന പ്രവണത ഒഴിവാക്കണം. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വിവിധങ്ങളായ പ്രവൃത്തികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നതിന് നിർബന്ധിതനാകും. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങാനിടയുണ്ട്. ഓർമ്മശക്തി കുറവിനാൽ പണമിടപാടുകളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുമാറും. കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും. സ്വതസിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസമാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾക്ക് ഈ വർഷം പണം മുടക്കുന്നതിന് അഭികാമ്യമല്ല. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാരാധനകളാൽ സാധിക്കും. സഹായാഭ്യർത്ഥന നിരസിച്ചതിനാൽ സ്വജന ശത്രുത കൂടും. പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുകയാവും നല്ലത്. സൗമ്യ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് വാക്കും പ്രവൃത്തിയും കൂടി വ്യത്യസ്തമാവാതെ സൂക്ഷിക്കണം. ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും. അവധിയെടുത്ത് വിശ്രമം വേണ്ടിവരും. വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവും ഉള്ളതിനാൽ സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരം തുടങ്ങും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനിടവരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും. ജോലി രംഗത്ത് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും. നിയുക്ത പദവിയിൽ നിന്നു സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കും. ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക്
ഈശ്വര പ്രാർത്ഥനകളാലും ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനാലും അബദ്ധങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരാൾ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കും. ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായി തീരാൻ സാധ്യതയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അപമാനം വന്നു ചേരും. ആഡംബര ആർഭാടങ്ങൾ ഒഴിവാക്കുവാൻ നിർബന്ധിതനാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് പുതിയ ആവിഷ്കരണ ശൈലിക്ക് അംഗീകാരം ലഭിക്കും. പ്രതികാര ബുദ്ധിയോടുകൂടിയ സമീപനത്തിന് സുഹൃത്തിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ ഇടവരും. മേലധികാരിയുടെ പ്രതിനിധിക്കായി പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും അഹംഭാവം ഒഴിവാക്കണം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ ഉപരിപഠനത്തിന് ചേരാൻ സാധ്യത കാണുന്നു. പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും. ആധുനിക സംവിധാനവും പൗരാണിക സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ ഇടവരും. അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടാൽ അബദ്ധങ്ങൾ വന്നു ചേരും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടി വരും. നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാവും. വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖകൾ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതാണ്. അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെടരുത്. അടുത്തതായി വിശാഖം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈശ്വരാർപ്പിതമായി ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മൂലം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും. അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും. വർഷങ്ങൾക്കു ശേഷം പൂർവിക തറവാട്ടിൽ താമസിക്കാൻ അവസരമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം സാധ്യമാകും. നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ നടത്താൻ കഴിയും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബന്ധം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിതഗതിക്കും വ്യക്തമായ വഴിത്തിരിവുണ്ടാക്കുന്നതിനും ഉപകരിക്കും. ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നും. പുത്രന് തന്നേക്കാൾ പ്രശസ്തിയും പദവിയും ഉണ്ടെന്നറിഞ്ഞതിനാൽ ആത്മാഭിമാനം തോന്നും. സന്മനസ്സുള്ളവരുമായുള്ള സഹവർത്തിത്വത്തിനാൽ നല്ല ചിന്തകൾ ഉണ്ടാകും. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനാരോഗ്യകരമായ അവസ്ഥ മൂലം പലപ്പോഴും അവധിയെടുക്കുവാൻ ഇടവരും. ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കാൻ അഹോരാത്രം പ്രയത്നവും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും. വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ പുനഃപരീക്ഷയിൽ വിജയമുണ്ടാകും. പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, കുറിചേരുക, സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുക തുടങ്ങിയവ അരുത്. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൃപ്തിയുള്ള വിഷയത്തിന് ചേരും. സന്താനങ്ങൾക്കു സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും. അധികാരപരിധി കൂടുന്നതിനാൽ കീഴ്ജീവനക്കാരെ നിയമിക്കും. അനാവശ്യമായ അശുഭചിന്തകൾ ഉപേക്ഷിക്കണം. ഭക്ഷ്യവിഷബാധയേൽക്കാതെ സൂക്ഷിക്കണം. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായി തീരും. അർഹമായ അംഗീകാരത്തിന് കാലതാമസമുണ്ടാകും. സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും അവിചാരിത ചെലവുകൾ കൂടും. ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാൻ പലപ്പോഴും രാത്രികാലങ്ങളിലും പ്രവർത്തിക്കേണ്ടി വരും. വാഹനാപകടത്തിന് ദൃക്സാക്ഷിയാകാൻ ഇടയുണ്ട്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർ നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. സന്താന ഭാഗ്യത്തിനു സാധ്യതയുണ്ട്. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാൽ ചാരിതാർത്ഥ്യം അനുഭവപ്പെടും. സാംക്രമിക രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ജാതി മതഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജനപ്രീതി നേടും. അവസരങ്ങൾ വേണ്ടവിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിനാൽ ആത്മസാക്ഷാത്കാരമുണ്ടാകും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങും. അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരം തോന്നും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും. പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തി നേടും. അപര്യാപ്തതകൾ മനസ്സിലാക്കി
സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായ ജീവിത പങ്കാളിയോട് ആദരം തോന്നും. അശരണർക്കും അനാഥർക്കും അന്നവസ്ത്രദാനാദികൾ നടത്തുന്നതിനാൽ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർ അപര്യാപ്തതകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ശീലിക്കും. കാര്യഗൗരവക്കുറവിനാൽ മാതാപിതാക്കളിൽ നിന്നു ശകാരം കേൾക്കുവാനിടവരും. പഠിച്ച വിഷയങ്ങൾ എല്ലാം അറിയാമെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിച്ചെന്നു വരില്ല. നിഷേധാത്മകമായ മേലധികാരിയുടെ സംസാരശൈലി മനോവിഷമത്തിന് വഴിയൊരുക്കും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യമുണ്ടാകും. ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പ്രായത്തിലുപരി പക്വതയുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധ്യത കാണുന്നു. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാവസായിക വ്യാപാര മേഖലകളിൽ വളർച്ചയ്ക്കും അനുബന്ധ സ്ഥാപനം തുടങ്ങാനും സാധ്യത കാണുന്നു. സംഭവബഹുലമായ സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാൻ സാധിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. കാർഷിക കൂട്ടായ്മ മാതൃകാപരമാക്കി മാറ്റുവാൻ സാധിക്കും. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി അവധിയെടുത്ത് യാത്രകൾ വേണ്ടിവരും. സർവർക്കും തൃപ്തിയായ നിലപാട് മൂലം മറ്റുള്ളവരുടെ ആദരം ലഭിക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അനുമോദനങ്ങൾ ലഭിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടും. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തേണ്ടതാണ്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓം നമഃ ശിവായ.